ഗജരാജ യോഗം അതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റിയുടെ രാജാവായിട്ട് മാറുമെന്ന്. ഞാൻ ഓൾറെഡി രാജാവാണ് താരാ. ഞാൻ ഓൾറെഡി വേറെ ആരും ഇല്ലെങ്കിൽ നിന്റെ ഉപ്പ കള്ള നായിന്റെ മോനെ നീ മാറി നിന്നോ ഉസ്മാനില്ല നീ നിനക്ക്. ഓക്കെ ഓക്കെ സ്വാമി സ്വാമി സ്വാമി. അപ്പൊ അതിന്റെ കൂടെ പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവന്റെ വാമഭാഗത്ത് നല്ല ജാതകമുള്ള ഒരു പെൺകുട്ടിയും കൂടെ വലതുവശത്ത് സ്വാമി വാമഭാഗം റെഡിയായി. അത് ഞാൻ ഡോക്ടറെ കണ്ട് മരുന്ന് കുടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ പൊന്തും വാമഭാഗത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടി കൂടെ ഉണ്ടെങ്കിൽ ജീവിതം കിടിലാവൂന്ന് പറയാൻ വന്നാ നീ ചളവാക്കല്ലേ. നിങ്ങൾ ഇങ്ങനത്തെ ഒന്നും സംസാരിക്കല്ല. മാന്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറ. ഇത് ഇങ്ങനെയുള്ള പറഞ്ഞ ഇതേതാ ഈ കള്ള നായി? ഇവൻ ഏതാന്നിത്? വരുന്നുണ്ട് ഷമീറിന്റെ കൂടെ. ഷമീറിന്റെ കൂടെ ജാതകമുള്ള ഒരു പെൺകുട്ടി. അപ്പോ ഞാന് അദ്ദേഹത്തിന്റെ വലതുവശത്ത് നല്ല ജാതക ബലമുള്ള ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഈ രോഗം കീഴടക്കാൻ സാധിക്കുക. അപ്പൊ ഞാൻ അദ്ദേഹത്തിനൂടെ കാണുന്ന കുട്ടികളുടെയൊക്കെ ജാതകം മേടിച്ച് നോക്കാറുണ്ട്. താരയുടെ നാളെന്താ? നക്ഷത്രം എന്റെ നക്ഷത്രം ഞാൻ തന്നെ ഒരു നക്ഷത്രമല്ലേ? താര. അതെ അതെ ജന്മനക്ഷത്രം. ജനിച്ച ദിവസം പറയും. ജന്മനക്ഷത്രം ഭരണി. ഭരണിയോ? ആ ഭരണി നല്ല. ഞാനൊന്ന് നിങ്ങളെ സംസാരിക്കും. ഞാനൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ഈ ജാതകം ഒന്ന് നോക്കട്ടെ. നീ അയാളെപ്പരെ പോ. അയാൾ എല്ലും കൊട്ടാന്ന്. അയാളെങ്കിലും നീ കുണ്ടനടിക്കാണ്ട് വിട്. ഓക്കെ താര നമുക്ക് ഇതേടെ മറ്റപ്പരെല്ലാം പോന്ന്. ഇതാരാ ഈ ലൈറ്റ് ബ്രോ എല്ലാം? ഒളിഞ്ഞു നോക്കാം നമുക്ക്. ആരും അറിയാണ്ട് നല്ല പോവാം. കുഞ്ഞിറ്റ മറ്റേ പോവാം നമുക്ക്. ഒരു മിനിറ്റ്. ഇതെങ്ങനെയോ എന്തോ നോക്കിയാൽ കുനിയാനായിട്ടും പറ്റും. നല്ല പോയിട്ട് കേക്കാം. എടുക്കാം. കിട്ടുന്നത് ഭാഗ്യമാണ്. മനസ്സിലായില്ലേ? ഷമീറിനെ പോലെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാം. കണ്ണും പൂട്ടി അങ്ങ് അക്സെപ്റ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? സിറ്റിയിലെ തന്നെ സുന്ദരനും സുമുഖനുമായ ഒരാളല്ലേ ഷമീർ. നീ മിണ്ടാതേരടാ. നിന്റെ ചേച്ചിയുടെ അടുത്ത് ഞാൻ സംസാരിക്കില്ലേ? ഷമീറ നിങ്ങൾ കണ്ടിന്യൂ. എന്തായിരുന്നു? ഞാൻ വേറൊരു കാര്യത്തിലായിരുന്നു. എടാ കള്ള കുക്കു നീ സാമിയെല്ലാം തന്നെ. പക്ഷെ എന്താ നീ പേഴ്സണൽ ആയിട്ട് സംസാരിക്കലല്ലോ? ഇയാൾക്ക് പിന്നെ സാമാനം ഉണ്ടാവൂല. സാമി ആയിക്കൊണ്ട് ചിലപ്പോ കുഴപ്പമില്ല. എന്നാലും പേഴ്സണൽ ആയിട്ട് അങ്ങനെ ഉസ്മാനെ സൂക്ഷിച്ചോ കേട്ടാ. ഉസ്മാനെ ഷമീറിന്റെ മണ്ടയിൽ ഒരു കണ്ണുണ്ട് കേട്ടാ. കിട്ടിയ അവസരത്തിൽ പൊന്തക്കാട് കൊണ്ടുപോകും. എന്തായിരുന്നു കോളില് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം? എന്തായിരുന്നു നമ്മള് കോളില് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം? എന്തായിരുന്നു? എടാ പോടാ കള്ള നായിന്റെ. ഒന്ന് മാറ്. ഞാൻ കള്ള നായിനെ ഒന്ന് അടിക്കട്ടെ. എടാ നായിന്റെ മോനെ കുണ്ടപ്പട്ടി. നീ വണ്ടി ഓടാത്ത വണ്ടിയിൽ കയറിയിരിക്കുന്നടാ നാറി. നീ കണ്ണൂര് കുണ്ണ. നീ ഇങ്ങ് വന്നടാ നാറി. നീ എന്നെ കുറിച്ച് സെറ്റ് നായിന്റെ മോനെ എന്തായാലും സെറ്റ്. ഒരു മിനിറ്റ് നീ നിക്കടാടാ പന്നി കള്ള നായി. നീ എന്നെ കുറിച്ച് ജീവിതത്തിൽ പെണ്ണ് കിട്ടാത്ത നമുക്ക് ആദ്യമായിട്ട് ഒരു പെണ്ണ് കിട്ടേ. നീ ആടെ പോയിട്ട് അപരാധം പറയുന്നടാ നാറി. നിന്നെ നായിന്റെ മൊരടിച്ചു പോയത് നിന്റെ ഉപ്പ. നീ അതുകൊണ്ടാടാ കുണ്ടനായത്. മൊരടിച്ചു പോയിട്ടാ നീ കുണ്ടനായത് കള്ള നായി. വാ നീ അനക്കൊരു ജീവിതത്തിൽ ഒരു പെണ്ണ് കിട്ടുമ്പോ അത് നശിപ്പിക്കാനായിട്ട് കണ്ട കുണ്ടന്മാര് നിന്നെ ഫ്രണ്ട് ആക്കിയതാടാ എന്റെ ഏറ്റവും വലിയ തെറ്റ്. കണ്ണൂര് നായിന്റെ മോനെ നീ ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാ. നീ എനിക്ക് ഞാൻ തരാം. കൊടുത്തു. കുക്കുസ്വാമി ഒരു മിനിറ്റ്. ഞാൻ ഈ കള്ള നായിനൊന്ന് കൊടുക്കട്ടെ 2 എണ്ണം. എന്നാലും എനിക്ക് സമാധാനാവും. ഇവന് കഥയില്ലാത്ത ആളാ. അല്ല ഓക്കെ റെഡി. ഞാൻ ജാതകം നോക്കിയ സമയത്ത് ബാക്കി എല്ലാം ഓക്കെയാണ്. പക്ഷെ രണ്ടുപേരുടെ ഉസ്മാനെ മയ്യത്ത് ഞാൻ എടുക്കും. അതെ
കള്ളനായി. ആ ഓക്കെ. സ്വാമിനെ എല്ലാവർക്കും ഞാൻ പേടിയല്ലേ? സ്വാമി എന്ത് പറഞ്ഞേ? പൂജ 2 seconds 2 seconds 2 seconds. എടാ എല്ലാരും ഒന്ന് വായി കൂട്ടിയിട്ട് അങ്ങോട്ട് പോയാ മതി. അപ്പൊ ഞാൻ ഈ ജാതകം നോക്കിയ സമയത്ത് അതിനകത്ത് എന്താണ് രണ്ടുപേരുടെയും ജാതകം തമ്മിൽ വളരെ നന്നായിട്ട് ചേരുന്നുണ്ടെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എന്താണ് ആ പ്രശ്നം? അല്ല, ആ പ്രശ്നം മാറണമെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ 14 ദിവസം 14 ദിവസം. ആ 14 ദിവസം നിങ്ങൾ ഒരുമിച്ച് നടക്കുകയും പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനൊക്കെ ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടതൊരു യമകണ്ഠ യോഗമാണ്. യമകണ്ഠ എത്ര കൊടുത്തു സെമീറ? ഒരു സെക്കൻഡ് ഉസ്മാൻ ഇപ്പൊ സ്വാമി ഒറ്റ മിനിറ്റ് അങ്കൊന്ന് ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം വരാം, ഒന്ന് വെയിറ്റ് ചെയ്യും. കള്ള നായിന്റെ മോനെ, നീ കണ്ട അപരാധം വന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു പെണ്ണ് സെറ്റ് ആകുമ്പോ എത്ര കൊടുത്തു എന്നാ ഞാൻ പറഞ്ഞുതരാടാ. എത്ര കൊടുത്തു നീ നിക്കടാ കള്ള നായി, നിക്കടാന്നറി നീ എത്ര കൊടുത്തു നിനക്കറിയണം. മിരിച്ചാ നീ എന്തായി എടാ ഓനെന്തായി ശരിക്ക് മിരിച്ചാ? അപ്പൊ അല്ല ഉസ്മാനെ കാണുന്നില്ല. ഉസ്മാൻ താഴെ ചത്തോ? അപ്പൊ അതാ വരുന്നുണ്ട്. കള്ള നായിന്റെ മോനെ, നീ എന്റെ ജീവിതത്തിൽ നിന്ന് പോയിന്ന് വിചാരിച്ച് ഞാൻ നിക്കുമ്പോ നീ പിന്നെയും വരുന്നടാ മാറി. നീ കയ്യും പൊക്കി ഓടിയ ഞാൻ ഇതാക്കൂല വിചാരിച്ചു. നിനക്കോ പെണ്ണ് കിട്ടുന്നില്ല, അങ്ങനെ നീ കുണ്ടനായി. അതിന് അന്യം കൂടി എന്തിനാടാ ഇതിൽ പെടുത്തുന്നു? കള്ള നായിന്റെ മോനെ, ഞാൻ വരുന്നടാടാ. അള്ളാന്റെ ഉമ്മ വരുന്നു നിന്നെ ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ലടാ. നിക്ക ഒരു മിനിറ്റ്. പെണ്ണ് സെറ്റാത്തത് നിന്റെ നായിന്റെ മോനെ, നിന്റെ ഈ വർത്താനം കൊണ്ടാണ് നിനക്ക് പെണ്ണ് സെറ്റാത്തത്. നിന്റെ പരയുള്ള ഫ്രണ്ട്ഷിപ്പേ ഞാൻ വിട്. നീ കൂടെ നടന്നാൽ തന്നെ എനിക്ക് പെണ്ണ് കിട്ടൂലടാ നാറി. നിനക്ക് അസൂയ നീ കുണ്ടനായി പോയേനെ. വരുന്നു പറ, ഒന്നുകൂടി കൊടുക്കട്ടെ. വരുന്നു. ഓക്കെ സ്വാമി പറഞ്ഞോളൂ. സ്വാമി ഷമീറിന്റെ മനസ്സിൽ താരയോട് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഷമീറിന് അങ്ങനെ ഇഷ്ടമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത 14 ദിവസത്തേക്ക് അത് പറയരുത്. 14 സ്വാമി പോയാ? ഇല്ല ഇവിടെ എന്താ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയാ? അല്ലല്ലോ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതെന്താ അല്ലല്ലോ അത് കുഴപ്പമില്ല. അടുത്ത 14 ദിവസം നല്ല കാര്യങ്ങൾ ചെയ്യാനോ പറയാനോ നല്ല സമയമല്ല. പക്ഷെ ആ സമയം ഇതിലൊന്നും വിശ്വാസമില്ല, ശാസ്ത്രത്തിലൊന്നും വിശ്വാസമില്ല. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആവണമെങ്കിൽ ഞാൻ ഒരു സെക്കൻഡ് ഇത് നീ കറക്റ്റ് ആയിട്ട് ചെയ്താൽ എല്ലാം നീ വിചാരിക്കുന്നത് നടക്കും.